ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിലെ നോട്ടുകെട്ടുകൾ കണ്ടതും അത് കത്തിക്കരിഞ്ഞതും ഒക്കെ വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 14 ആയിരുന്നു ഈ സംഭവം. യശ്വന്ത് വർമ്മയും ഭാര്യയും അവർ ഭോപ്പാലിൽ പോയിരിക്കുകയായിരുന്നു. രാത്രിയായപ്പം വീടിനകത്ത് തീയുണ്ടായി. ആ തീ വച്ച സമയത്ത് തീ വച്ചതാണോ അതൊക്കെ എങ്ങനെ ആ വീടിൻ്റെ അകത്ത് തീ വന്നു എന്ന് ഇന്നും അജ്ഞാതമാണ്. എങ്കിലും തീ ഉയർന്നപ്പം ഫയർഫോഴ്സ് അവിടെ വന്നു, തീ കെടുത്തി. ലോക്കൽ പോലീസും കുറേ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. തീ കെടുത്തിയപ്പം ഒരു മുറിയിലെ വെള്ളമൊഴിച്ച സ്ഥലം മുഴുവൻ നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ് നനഞ്ഞു കിടക്കുന്നത് കണ്ടു. കുറേ ചാക്കുകെട്ടിനകത്ത് നോട്ട് അട്ടിയടുക്കി വെച്ചിരിക്കുന്നതും അത് മുഴുവൻ നനഞ്ഞിരിക്കുന്നതും കണ്ടു. ഫയർഫോഴ്സ് ആ വിവരം മുഴുവൻ അവർ മൊബൈൽ ഫോണിലെടുത്തു. പോലീസുകാർ 3-4 പേരും അത് മൊബൈൽ ഫോണിലെടുത്തു. അത് വാർത്ത ഇന്ത്യ മുഴുവൻ വിദേശങ്ങളിലൊക്കെ വാർത്ത പകർന്നു. ഈ സംഭവം അവിടുത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിന് മുമ്പിൽ എത്തുന്നത് ഉച്ചകഴിഞ്ഞ ഒരു 4:30-ക്കാണ്. അവിടുത്തെ ആ പോലീസ്, അവിടുത്തെ കമ്മീഷണറും മറ്റും ഈ വിവരം അറിയിക്കാൻ എന്ത് താമസിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഉച്ചകഴിഞ്ഞ ഒരു 4:30-ക്കാണ് അവിടുത്തെ കമ്മീഷണർ വിവരം ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുന്നത്. അദ്ദേഹം ആ വിവരം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു. ജസ്റ്റിസ് ഇപ്പം കഴിഞ്ഞ 13-ാം തീയതി അദ്ദേഹം റിട്ടയർ ചെയ്തു നമുക്കറിയാം. വിവരം അറിഞ്ഞ ഉടനെ അദ്ദേഹം ഈ കണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതും അതുപോലെ തന്നെ അവിടുത്തെ നോട്ട് കത്തിക്കരിഞ്ഞ് കിടക്കുന്നതുമൊക്കെ അത് മുഴുവൻ അദ്ദേഹം പ്രിസർവ് ചെയ്യും. അത് അതിൻ്റെ ലൈവായിട്ട് വന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പ്രിസർവ് ചെയ്തു. ഇമ്മീഡിയറ്റായിട്ട് അദ്ദേഹം ആ ജസ്റ്റിസിൻ്റെ വർമ്മയുടെ മൊബൈൽ ഫോണ് അത് മുഴുവൻ ബ്ലോക്ക് ചെയ്യിച്ചു. അതുതന്നെയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസുകളെല്ലാം അത് ഡിജിറ്റലൈസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇത്ര ഉന്നതനായ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിൻ്റെ വീട്ടിലാണ് നോട്ടുകെട്ടിൽ കത്തുന്നതും നോട്ടുകെട്ട് അട്ടിയടുക്കി കണ്ടതും. അതെങ്ങനെ വന്നു എന്നാണ്. അത് തൻ്റേതല്ല എന്ന് യശ്വന്ത് വർമ്മ വന്ന ശേഷം പറഞ്ഞു. വന്ന ശേഷം അയാൾ തൻ്റെ മുറികളിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടില്ല എന്നുകൂടെ പറഞ്ഞു. അവിടെ ഒരു ലേഡിയുടെ നേതൃത്വത്തിൽ പോലീസും എല്ലാം കൂടെ ആ സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റി എന്നുള്ള വാർത്തകളും വെളിയിലോട്ട് വന്നുകൊണ്ടിരുന്നു. വലിയ വിവാദമായ കാര്യങ്ങളാണ്. ഇത്രയും കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ ചാക്കിനകത്ത് കെട്ടിയടുക്കി സൂക്ഷിച്ചതും കുറേയൊക്കെ കരിഞ്ഞു പോയതും ആ സാധനം ആരുടെ ഡയറക്ഷനിലാണ് അവിടുന്ന് പിന്നീട് മാറ്റിയെന്നറിയില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് ഇമ്മീഡിയറ്റായിട്ട് കേസെടുത്ത് അത് കസ്റ്റഡിയിലെടുക്കുക, ആരുടെ വസതിയിലായിക്കോട്ടെ. അതാണ് പോലീസിൻ്റെ ധർമ്മം. ഒരു കോഗ്നിസബിൾ ഒഫൻസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ കോടിക്കണക്കിന് രൂപയുള്ള നോട്ടുകളാണ് കത്തിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഇതൊക്കെ വളരെ ദുരൂഹമായ കാര്യങ്ങൾ. പോലീസ് കൃത്യമായിട്ട് നടപടി ഉണ്ടായില്ല. രാത്രിയിലുണ്ടായ ഈ സംഭവം അവിടുത്തെ കമ്മീഷണർ അത് ഒഫീഷ്യലായിട്ട് അവിടുത്തെ ഡൽഹി ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുന്നത് തന്നെ ഉച്ചകഴിഞ്ഞ് 4:30-ക്കാണ്. അദ്ദേഹം അപ്പം തന്നെ അത് ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് ഇമ്മീഡിയറ്റായിട്ട് ഒരു 3-അംഗ സമിതിയെ ഉണ്ടാക്കി. ഈ ജസ്റ്റിസിനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചു. അലഹബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അദ്ദേഹം അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അലഹബാദിലെ അവിടുത്തെ ജുഡീഷ്യറിയിലെ അവിടെ ആൾക്കാരും അവിടുത്തെ അഡ്വക്കേറ്റ്സും ഇയാളെ അങ്ങോട്ട് അയക്കാൻ പാടില്ല, അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ജസ്റ്റിസ് വർമ്മ അവിടെ പോയി ചാർജ് എടുക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു ജോലിയുമില്ലാതെ അന്ന് മുതൽ ഇങ്ങനെ ജസ്റ്റിസ് വർമ്മ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിൻ്റെ റാങ്കിൽ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നുമില്ല. പക്ഷേ സുപ്രീം കോടതി ഇമ്മീഡിയറ്റായിട്ട് 3-അംഗ സമിതിയെ രൂപീകരിച്ചു. പഞ്ചാബ് ഹരിയാന ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസായിരുന്ന ഷീൽ നാഗു, രണ്ടാമത് ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതി ജസ്റ്റിസ് GS സന്താവാലിയ, മൂന്നാമതൊരാൾ മലയാളിയായ കർണാടക ഹൈക്കോടതിയിലെ അനു ശിവരാമൻ. ഈ 3 ജസ്റ്റിസുമാരും ഇമ്മീഡിയറ്റായിട്ട് ഇതേപ്പറ്റി അന്വേഷിക്കാനായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരവ് കൊടുത്തു. അതനുസരിച്ച് അവർ അവിടെ പോയി അന്വേഷിച്ചു. അവിടെ യശ്വന്ത് വർമ്മയുടെ മൊഴിയെടുത്തു, വീട്ടുകാരുടെ മൊഴിയെടുത്ു, അവിടുത്തെ ഫയർഫോഴ്സുകാരുടെ മൊഴിയെടുത്തു, അവിടുത്തെ വന്ന പോലീസിൻ്റെ മൊഴിയെടുത്തു. അവർ ഇതേപ്പറ്റി എല്ലാം കൃത്യമായിട്ട് അന്വേഷണം നടത്തി ചീഫ് ജസ്റ്റിസ് ഖന്നയുടെ മുമ്പിൽ ഇത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത്
ഫയർഫോഴ്സ് ഡയറക്ടറായിരുന്ന അന്ന് അദ്ദേഹം ആയിരുന്ന ആൾ ഇങ്ങനെ ജസ്റ്റിസിൻ്റെ വീട്ടിലെ നോട്ടുകെട്ടുകൾ കത്തിയ കാര്യം ഇതൊക്കെ അപ്പോൾ തന്നെ ലൈവായി അവരുടെ മൊബൈലിൽ വരികയും ചെയ്തു. പക്ഷേ പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കളയും. അത് ആരുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഡിലീറ്റ് ചെയ്തതെന്ന് അറിയില്ല. ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയുടെ ആ റിപ്പോർട്ടിങ് അനുസരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇമ്മീഡിയറ്റായിട്ട് ആ കമ്മിറ്റിയെ രൂപീകരിച്ച് അവരുടെ റിപ്പോർട്ട് ഇപ്പം കിട്ടിയിരിക്കുന്നു. ആ റിപ്പോർട്ടിനകത്ത് ശുപാർശ ചെയ്തിരിക്കുന്നത് രാജിവെച്ച് ഒഴിയാനായിട്ട് ജഡ്ജ് വർമ്മ തയ്യാറാകണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. തയ്യാറില്ലെങ്കിൽ ജസ്റ്റിസ് വർമ്മയെ കുറ്റവിചാരണയിലൂടെ ഇംപീച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തിരിക്കുകയാണ്. നിലവിൽ ജസ്റ്റിസ് യശ്വന്ത് ശർമ്മയ്ക്ക് വ്യക്തമായ ചുമതലയില്ല, പോസ്റ്റിംഗ് ഇല്ല എന്നുള്ള പരമാർത്ഥം. അദ്ദേഹം നിഷേധിക്കുകയാണ് ഈ കുറ്റം. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല, അറിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം വിവരം അറിഞ്ഞ് വീട്ടിൽ എത്തിയപ്പം ആ മുറിയിൽ ഒരു സാധനവും അദ്ദേഹം കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗമാണ് ആ സ്റ്റോർ മുറി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല, നിഷേധിക്കുകയാണ്. ഇതിനടുത്ത് അദ്ദേഹം ഡിഫൻസ് പറഞ്ഞത് അവിടെ CRPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കുറേ വാഹനങ്ങൾ കൊണ്ടിടുന്ന സ്ഥലങ്ങളിൽ ആണ് ഈ മുറിയുടെ അടുത്ത്. പിന്നെ അവിടുത്തെ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ അവരുടെയും കുറേ സാധനങ്ങളും വാഹനങ്ങളും കൊണ്ടിടുന്ന സ്ഥലമാണ് എന്നൊക്കെ പറയുന്ന ഒരു ഡിഫൻസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. തൻ്റേതല്ല ഈ പണം, താൻ കണ്ടിട്ടുമില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഒരു മുറിയിലാണെന്നുള്ള വസ്തുത, അതിൻ്റെ വിവരങ്ങളൊന്നും നമുക്കിപ്പം കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എങ്കിലും സുപ്രീം കോടതിയിൽ ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്ത് ഇദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റൊരു സംഭവം തന്നെയാണ്. ഒരു സാധാരണ ജഡ്ജല്ല, അവിടുത്തെ ഡൽഹി ഹൈക്കോടതിയിലെ സീനിയറായ ഒരു ജഡ്ജിൻ്റെ ക്വാർട്ടേഴ്സിലാണ് വന്നിരിക്കുന്നത്. തൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗമല്ല മുറി എന്നൊക്കെ അദ്ദേഹം നിഷേധിച്ചെങ്കിലും ഇത് 2 ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും കർണാടക ഹൈക്കോടതി മലയാളിയായ ഒരു ജഡ്ജും കൂടെ ചേർന്ന് അന്വേഷിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് ഇംപീച്ച്മെൻറ്റ് തയ്യാറാകണം, അദ്ദേഹത്തിന് വർമ്മയെ കുറ്റവിചാരണയിലൂടെ വേണം ഇംപീച്ച് ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് കോഗ്നിസൻസ് എടുക്കണം എന്നുള്ളത് തന്നെയാണ് ആ 2 ചീഫ് ജസ്റ്റിസും മറ്റേ കർണാടക ഹൈക്കോടതി ജഡ്ജും കൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് സുപ്രീം കോടതി ചെന്നിരിക്കുന്നത്. അടുത്ത നടപടി എങ്ങനെയാണ്? ആ റിപ്പോർട്ട് ഇന്ത്യൻ പ്രസിഡൻറ്റിന് കൊടുത്തിരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ ഒന്നെങ്കിൽ ഇംപീച്ച് ചെയ്യും പാർലമെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് സാധാരണ പ്രതികളെ കാണുന്ന പോലെ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹം പ്രതിസ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് വരെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ രീതിയിൽ അദ്ദേഹം ഒരു പോസ്റ്റിംഗ് ഇല്ലാതെ ഇരിക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.